കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്തതാണ്. അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പോരാട്ട വീര്യം തളരില്ല. ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും. പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിലുണ്ടാവില്ല. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും. 1-ാം സ്ഥാനം എന്നവർ പ്രതീക്ഷിക്കുന്ന നിയോജകമണ്ഡലത്തിൽ പോലും അവർക്ക് 3-ാം സ്ഥാനത്ത് കൊണ്ടുവരും. അതിന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം വയ്ക്കും. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെയുള്ള ഒരു ചർച്ചകൾക്ക് അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും താങ്കളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നോട് BJPയിലേക്ക് പോകുക എന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയിലെ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ, അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എൻ്റെ ധാരണ അങ്ങനെ തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് പോലും എന്നോട് പറഞ്ഞു. എങ്ങനെ ഇത്ര കടുത്ത തീരുമാനത്തിലേക്ക് പോയി? വിശേഷിച്ച് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുതപ്പിച്ച പതാകയുണ്ട്, കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക. അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ്. ഞങ്ങളുടെ കാലം കഴിയും. സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയതിൻ്റെ കണക്ക് ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വരെ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു വഴിവിരിയല്ല. ഇത്ര കാലം ഒപ്പം നിന്നൊരു പാർട്ടി, ഇപ്പോൾ അവർക്കും പഴയകാല കാര്യങ്ങളൊക്കെ അറിയാലോ. കാരണം ഇത് അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് 1978 ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുമ്പോൾ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അദ്ദേഹം നിന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 78 പാർട്ടി വളർന്നപ്പോൾ അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിന്നാൽ ഒരു പക്ഷേ രാഷ്ട്രീയ അന്ത്യമായിരിക്കും, പക്ഷേ ഞാൻ അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അവരോടൊപ്പം മുങ്ങാനും ഞാൻ തയ്യാറാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചവരാണ് ഞങ്ങളൊക്കെ. ആ പാർട്ടിയല്ലേ ഈ പാർട്ടി. ഒരു ഘട്ടത്തിൽ പുറത്തു കൊണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയൊക്കെ ഞങ്ങൾ നെഞ്ചിലേറ്റിയതാണ്. ഞാൻ കോൺഗ്രസ്സിന് പുറത്തുള്ളവരും നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, അവരുടെയൊക്കെ ജന്മദിനങ്ങളും ചരമദിനങ്ങളൊക്കെ ആചരിച്ചവരാണ് ഞങ്ങളൊക്കെ. നിലവിലുള്ളവരോട് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു. അപ്പോൾ അതിനുശേഷം കിട്ടിയ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ? ഒരു ബന്ധം വെറുപിരിയലാണോ? അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവായിട്ടുമില്ല. പാർട്ടി ഇവരെ 2 നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും. ഞാൻ കുറേ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നത്. പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം. അതിനെയൊക്കെ ഞങ്ങൾ നേരിടും. നേതൃത്വത്തിന് കഴിയാഞ്ഞിട്ടല്ല, അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതവന് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി. ഒരു ഇടി എൻ്റെ അടുത്ത് വരാറില്ല. അതെനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഏതാ കോൺഗ്രസ് നേതാക്കളെ എടുക്കുന്നത് കൂടുമാറ്റം ഉണ്ടാവുന്നതെന്നുള്ളതാണ് പൊതുവിൽ ദേശീയ തലത്തിൽ പറയുന്നത്. അത് പത്മജിയുടെ കാര്യത്തിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പിന്നിൽ, പക്ഷെ തെളിവില്ലാണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇടിയും കേടിയും ഒന്നും ഞങ്ങളുടെ അടുത്തൊന്നും വരില്ല. അത് കണ്ട് ഞങ്ങളെ പേടിപ്പിക്കും വേണ്ട. നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് ഒരു ഇടി എൻ്റെ അടുത്ത് വന്നില്ലല്ലോ. ഇനി ഇടി വന്നായിട്ട് പേടിക്കാനും പോകുന്നില്ല. അതിനൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് വെച്ച് ഞങ്ങൾ കണ്ടോളാം. അതുകൊണ്ട് തന്നെ ഈ പരിപ്പൊന്നും അവിടെ വേവില്ല. അത് വേവുന്ന ചില വിചാരിച്ചിട്ടാണ് ചിലരൊക്കെ അവിടെ കൊണ്ടുപോയാൽ പിന്നെ നിയമത്തിൻ്റെ പ്രതികാരം തീർക്കും എന്നുള്ള വാശിയുടെ പല രൂപത്തിൽ ഒന്നായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ യാതൊരു കാര്യം പാർട്ടി പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് പോരാടും. എൻ്റെ പാർട്ടിയുടെ നയങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടും ശക്തമായിട്ട്.